രോഗികളായ മാതാപിതാക്കളെ ചികിത്സിക്കണം, കുടുംബം പോറ്റണം. ഗൾഫിലേക്ക് പോകുമ്പോൾ തൃശൂർ അരിമ്പൂർ സ്വദേശി അരുൺകുമാറിന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ദുബായിൽ ഇന്റീരിയർ ജോലികൾ ചെയ്യുന്ന യുവാവ് അവസാനമായി നാട്ടിൽ വന്ന് മടങ്ങിയത് 2 വർഷം മുൻപാണ്. ഈ ഓണത്തിന് അച്ഛൻ സമ്മാനങ്ങളുമായി വരുന്നതും കാത്തിരിക്കുകയായിരുന്നു 4 വയസ്സുള്ള മകൾ. എന്നാൽ ഇടുത്തി പോലെയാണ് കുടുംബം ആ നടുക്കുന്ന വാർത്ത കേട്ടത്. ഈ മാസം 3-ന് അരുണിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അസ്വാഭാവിക മരണമാണെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ സംശയം. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ പോസ്റ്റ്മോർട്ടം ചെയ്യാനാകൂ എന്നാണ് ദുബായ് പോലീസ് ബന്ധുക്കൾക്ക് നൽകുന്ന വിവരം. വർഷത്തോളമായി അരുൺ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവസാനമായി നാട്ടിൽ വന്നു മടങ്ങിയത് 2 വർഷം മുമ്പ്. ദുബായിൽ ഇന്റീരിയർ ജോലികൾ ചെയ്തു വരികയായിരുന്നു അരുൺ. സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം. ജൂലൈ 3-ന് അരുണിനെ അൽ കരാമയിലെ ഒരു റെസ്റ്റോറന്റ് മുൻവശത്തെ പാർക്കിംഗ് ഏരിയയിൽ കാറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കം ഉള്ളതായി പറയുന്നു. ദുബായ് റിഫ സ്റ്റേഷൻ പോലീസാണ് കേസെടുത്ത് ഫോറൻസിക് പരിശോധനയും നടത്തിയത്. മൃതദേഹം നാട്ടിലേക്ക് അയക്കാനായി അരുണിന്റെ സുഹൃത്തുക്കളും മലയാളി സംഘടനാ പ്രവർത്തകരും ശ്രമം തുടരുകയാണ്. എന്നാൽ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞ് ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. അരുണിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് സഹോദരൻ അനൂപ് പറഞ്ഞു. മൃതദേഹം ഏത് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പോലും അറിയാൻ സാധിച്ചിട്ടില്ല. മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ജൂലൈ 3-ാം തീയതി താമസ സ്ഥലത്തിനടുത്തുള്ള ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാറിൽ മരിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരം ലഭിച്ചത്. ഈ 13 ദിവസമായിട്ടും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെ പുരോഗമിച്ചിട്ടില്ല. പ്രവാസി സംഘടനകളും മറ്റുള്ളവരും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. പോലീസ് നല്ല റിപ്പോർട്ട് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടവും തുടർന്ന് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടി ഇല്ലാത്തതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രോഗിയായ അമ്മയും അച്ഛനും സഹോദരനും കുടുംബാംഗങ്ങളും എല്ലാവരും നാട്ടുകാരും വളരെ വേദനയോടുകൂടിയിട്ടാണ് കഴിയുന്നത്. എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്ന് വിവിധമായി ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. അരുണിന് ഭാര്യയും 4 വയസ്സായ മകളുമുണ്ട്. രോഗിയായ അച്ഛനും ക്യാൻസർ രോഗിയായ അമ്മയും മകന്റെ മുഖം അവസാനമായി കാണാൻ കാത്തിരിപ്പ് തുടരുകയാണ്. ന്യൂസ് 18 തൃശൂർ.